ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോളെ കാണാൻ പോണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പോണേൻ്റെ തലേ ദിവസം തന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ആദ്യം നമുക്ക് കാണാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വിസ്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ചേർക്കാനായിട്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടൊക്കെ ഒന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗിൽ ക്യാമ്പസ് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച രാവിലെ പോയാൽ നമുക്ക് ക്യാമ്പസ് കാണാൻ പറ്റിയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ക്യാമ്പസൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷാല്ല മോളെ ലീവ് വരുന്നുണ്ട് 24-ാം തീയതി, അന്ന് മോളെ വിളിക്കാൻ പോകണമെന്ന് ക്യാമ്പസൊക്കെ ഒന്ന് കാണിച്ച് തരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വ്ളോഗിൽ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് മൊത്തം വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റെങ്കിൽ ഇൻഷാല്ല 24-ാം തീയതി മോളെ വിളിക്കാൻ പോണേൽ ജെയ്ത്തൂൻ്റെ വ്ളോഗായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കേക്കൊക്കെ ശനിയാഴ്ച രാത്രി തന്നെ തയ്യാറാക്കി. ശനിയാഴ്ച അർജുൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അതിൻ്റെ വിഷമം മോൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വരാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കേക്ക് ഉണ്ടാക്കി അവിടെ പോയിട്ട് ഫ്രണ്ട്സും അതുപോലെ തന്നെ ക്ലാസ് റൂമിലൊക്കെ വെച്ചിട്ടൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കേക്കിലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടോ. 2 കപ്പ് ക്രീം എടുത്തു കേട്ടോ, വിപ്പിംഗ് ക്രീം. അത് നമ്മളിതുപോലെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ. കേക്കിനെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കേക്ക് ബോർഡിലേക്ക് ആദ്യത്തെ ഒരു പീസ് വെച്ച് കൊടുത്തു. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നീട് ക്രീം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അതുപോലെ തന്നെ നട്ട്സ് കാരമലൈസ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. മോൾക്ക് അത് കേക്കിൽ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒരുവിധം എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഞാൻ നട്ട്സ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഫില്ലിങ്ങിലായിട്ട്. പിന്നെ ഇതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ക്രീം ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഫസ്റ്റ് ക്രം കോട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അതൊന്ന് സെറ്റായതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തത്. ക്രം കോട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നല്ല ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ക്രീം മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ചോക്ലേറ്റ്, അതായത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തു കേട്ടോ. സൈഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കാണുന്ന സ്ഥിരം ഡിസൈൻ തന്നെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ചെയ്തു കേട്ടോ. ചുറ്റും ഇതുപോലെ പൂ വരച്ചിട്ട് പിന്നെ ചെറിയിട്ട് കൊടുത്ത് പിന്നെ മേൽഭാഗത്തും വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. ശനിയാഴ്ച രാത്രി തന്നെ ഞാൻ അതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ. രാവിലെ നേരത്തെ പോകുന്നായിരുന്നു പ്രതീക്ഷ. പിന്നെയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ പിന്നെ നമുക്ക് രാവിലെ നേരത്തെ പോകാൻ പറ്റിയില്ല കേട്ടോ. മോൾക്ക് ഇതുപോലെ ഒരു കേക്ക് ഫുള്ളായിട്ട് കൊണ്ടുവരുന്ന കാര്യം അറിയില്ല കേട്ടോ. അവളെ ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു കേട്ടോ കേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ഞാൻ കരുതി അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നല്ലോ, അർജുനെ കാണാൻ പറ്റാത്ത സങ്കടം നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ബർത്ത്ഡേയുടെ ദിവസം തന്നെ കാണാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളൊന്ന് ഹാപ്പിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ ഫുള്ളായിട്ട് കേക്ക് ആയിട്ട് പോകാമെന്ന് കരുതിയത്.
അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കേക്ക് ബോക്സൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ തന്നെ നാഫിൽ ഗേറ്റൊക്കെ അടച്ചിട്ട് വരുന്നുണ്ട്. അവൻ്റെ കയ്യിൽ അർജുൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും കയ്യിൽ വണ്ടി പിടിക്കും. അങ്ങനെ ഒരു 2:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ക്യാമ്പസിലെത്തിട്ടോ. ദൂരെ കാണുന്നതാണ് കേട്ടോ ഉള്ള ക്യാമ്പസ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ക്യാമ്പസ് മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനവിടെ എത്തിയപ്പോഴത്തേനും പിന്നെ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ വേഗം തന്നെ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഉണ്ടാവുക, കുട്ടികളെ കാണാൻ വന്നോട്ടെ. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വീഡിയോസൊന്നും അധികം എടുത്തില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി അതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കയറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പറ്റിയില്ല. അങ്ങനെ മോളായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജയ്തൂൻ്റെ മുമ്പിൽ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ചാറ്റിലുണ്ടായതുകൊണ്ട് പിന്നെ കാറിൽ ഇരുന്നിട്ട് തന്നെ ഇവർ കട്ട് ചെയ്തു കേട്ടോ. എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. അവരുടെ കുത്തില് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും തീരുമാനങ്ങളും ലക്കിയിൽ വന്നിരിക്കുന്ന ചായ ലക്കിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. KH മുഹമ്മദിന്റെ കൂട്ടുകാരനായ മലേക് ചോക്കിലെ ചായപ്പൊടി വർഷങ്ങളായി ലക്കിയിലെത്തുന്നത്. ലക്കി കൊടുക്കുന്ന സ്പെഷ്യൽ ചായ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഇതുവരെ ആ ചായപ്പൊടി. അങ്ങനെ കേക്കൊക്കെ പീസാക്കി വെച്ചു കൊടുത്തുട്ടോ കൂട്ടുകാരികൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 6 മണി അപ്പത്തിനും ആയിട്ടുണ്ടായിരുന്നു. അവളിതാ കരയാതെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം.
അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.